ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ശരവണ, എന്റെ ജീവിതത്തിൽ വേറെ ഒരു പെണ്ണും എന്റെ മനസ്സിൽ തൊട്ടിട്ടില്ല. അതിനെ തൊടുകയില്ല. പിന്നെ ഒന്നിച്ച് ജീവിക്കുന്നതും ജീവിക്കാതിരിക്കുന്നതും ഒക്കെ നിത്യയുടെ ഇഷ്ട. ഇപ്പൊ ഏതു നേരവും അവളുടെ മുഖത്ത് ആ ചിരിയുണ്ട്, കണ്ണിലാണെങ്കിൽ ആ തിളക്കമുണ്ട്. കുറച്ചു മുൻപ് അടുക്കളയിൽ വന്നിട്ടേ എന്നോട് കുറെ നേരം സംസാരിച്ചു. സംസാരിക്കാന്ന് പറഞ്ഞ അച്ഛന്റെ കാര്യങ്ങളും അവളുടെ നാട്ടിലെ കാര്യങ്ങളും ഒക്കെ. അവള് പണ്ടിങ്ങനെ വാതോരാതെ സംസാരിക്കുമായിരുന്നില്ല രഘുവേട്ട, അതേപോലെ തന്നെ. ഒരു കാര്യം தெரியுமா? എന്താ ശരവണ? അമ്മ, അത് വന്ന് ഈ ഹരിസാരോட ഫംഗ്ഷന് പോകുമ്പോൾ ഏത് കളർ ഷർട്ട് വേണമെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഇരുന്നത്. ഞാൻ എല്ലാം എടുത്തു വെച്ച് எது வேணும்னு கன்ஃபியூஷன் இருக்கும்போது நித்யாமா வந்து இது போதும் சரவணா, இது உங்களுக்கு நல்லா சேரும்னு சொன்னேன். அந்த மாதிரி ஒரு விஷயம் ஃபர்ஸ்ட் டைம் தான் சார். ஹரிசார் என்ன அவருக்கு உயிர், அதுதான் அதோட മീനിങ്. സുജാതെ, ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ അവര് പരസ്പരം വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്, അവരൊരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ എന്നിട്ടും രണ്ടാളോടും ഒന്ന് ചോദിക്കാൻ നമുക്ക് പറ്റുന്നില്ലല്ലോ. ഹരി അയാളുടെ സ്റ്റാൻഡ് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നിത്യ, നമ്മൾ ചോദിക്കണ്ട രഘുവേട്ട. എന്റെ മനസ്സിൽ എന്തോ ഒരു പ്രതീക്ഷയുണ്ട്. സമയമായി എന്നൊരു തോന്നല്. അവളുടെ മുഖത്ത് എപ്പോഴും ആ ചിരി മായാതിരിക്കണമെന്നാണ് ദൈവത്തിന്റെ തോന്നലെങ്കില് ആ ദൈവം അവളെ ഹരിയെ ഏൽപ്പിക്കും. അങ്ങനെ നടക്കട്ടെ. ഹലോ, വിശാലെ, ഞാൻ വീണയാ. അയ്യോ വീണ മാം, സോറി മാം. എന്റെ ഫോണൊന്ന് ഫോർമാറ്റ് ആയി പോയി. എല്ലാ നമ്പറും പോയിരിക്കുക. ഓ, എല്ലാ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സും പറയുന്ന സ്ഥിരം നമ്പർ തന്നെ ഇത്. ഇത് അങ്ങനെയല്ല മാഡം. ആയിക്കോട്ടെ. മാഡം ഇപ്പൊ എവിടെയാ? കുറെ നാളായിട്ട് പ്രോഗ്രാംസിനൊന്നും കാണാനില്ലല്ലോ. ഞാൻ ഫാമിലിയിലെ കുറച്ച് പ്രശ്നങ്ങളുടെ പുറകെയായിരുന്നു. ഇപ്പൊ ഫ്രീയാ, അതാ നിന്നെ വിളിച്ചത്. തന്റെ കൺട്രോളില് ഏതെങ്കിലും പടം നടക്കുന്നുണ്ടോ? ഞാനിപ്പോ അല്പം പ്രോബ്ലത്തിലാ. തൽക്കാലം ഒന്ന് സർവൈവ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. വലിയ വേഷം തന്നെ വേണമെന്നൊന്നുമില്ല. മനസ്സിലായി മാഡം. പക്ഷേ നമ്മുടെ റൗണ്ടിൽ ഇപ്പോ പടം ഒന്നും സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. താങ്ക്സ്. അന്വേഷിച്ചിട്ട് ഒന്ന് പറയണേടോ. ശരിക്കും ബുദ്ധിമുട്ടായോണ്ടാ. ആ അതെ മാം, അല്പം പണം കിട്ടുന്ന ഒരു ഏർപ്പാടുണ്ട്. പക്ഷെ സിനിമയല്ല. പിന്നെന്താ, ഇനോഗ്രേഷൻ വല്ലതും ആണോ? അല്ല, മാമിനൊരു പ്രോഗ്രാം ആങ്കർ ചെയ്യാൻ പറ്റുമോ? അവർക്കൊരു സെലിബ്രിറ്റി ആങ്കർ വേണമെന്നാ അവരുടെ ഡിമാൻഡ്. മാം ആകുമ്പോ രണ്ടും ഓക്കെയാണ്. അത്യാവശ്യം കൊള്ളാവുന്നൊരു പ്രതിഫലവും നമുക്ക് മേടിക്കാം. ആങ്കറിംഗ് ഒക്കെ ചെയ്യാന്ന് പറയുമ്പോ അത് വേണോ വിശാൽ? ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല. മാഡം വേണമെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഇങ്ങനൊരു ചോയ്സേ ഓർമ്മ വന്നുള്ളൂ. അല്ല, ഏതാ ഫംഗ്ഷൻ? ഇതൊരു അവാർഡ് ഫംഗ്ഷനാ മാഡം. ഒരു കവിതയ്ക്ക് കിട്ടിയ അവാർഡ്. കവിതയോ? ഏതോ ഒരു ഹരി എന്ന പേരുള്ള കവിക്ക് ചെറുശ്ശേരി അവാർഡ് കിട്ടിയിരിക്കുന്നു.
അതിന്റെ അവാർഡ് സമർപ്പണമാ. പഠിക്കാനൊന്നുമില്ല, എല്ലാം അവരെ എഴുതി തരും. എല്ലാം ഒന്ന് ഭംഗിയായിട്ട് ചെയ്തു കൊടുത്താൽ മതിയെന്നേ. വേണ്ടടോ, അത് ശരിയാവില്ല. ഈ ഒരു കാര്യം ഒഴിച്ച് വേറെ എന്തിനും തന്നെ വിളിച്ചോ? അല്ല, ഇത് മാഡത്തിന് എങ്ങനെയാ ബാധിക്കുന്നേ? അതൊക്കെ ഞാൻ പിന്നീട് ഒരിക്കൽ പറയാം. ഈ പ്രോഗ്രാം എന്തായാലും എനിക്ക് വേണ്ട. ഹലോ ഹലോ, എന്തോന്ന് മനുഷ്യരാ ഇതൊക്കെ. പിന്നെ ഇനി അവാർഡ് ഫംഗ്ഷന് കെട്ടി ഒരുങ്ങി പോയിട്ട് വേണം അവനെക്കുറിച്ച് ഞാൻ നല്ല വാക്ക് പറയാൻ. വീണയുടെ പ്രശംസ കേൾക്കണമെങ്കിലേ അവൻ ഇനി വേറെ ഒരു ജന്മം കൂടി ജനിക്കണം. ഹരി സാർ, ഹരി സാർ, 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 എന്നാ സാർ എവ്വളவு നേരമായി കൂപ്പറേ? ഞാൻ കേട്ടില്ല ശരവണ. നീങ്ക ഏതോ വേൾഡിൽ നടക്കുത്. ഇത് എന്നാ സാർ? ആ, ഇത് ഒരു പ്രസന്റാ. എന്നാ പ്രസന്റ് സാർ? കുളന്തേക്കാ? ഏയ് അല്ലല്ല. പിന്നെ യാർക്ക്? അന്ത അമ്മാവനുക്കാ? ഏയ് അതൊന്നും അല്ല. പിന്നെ യാർക്ക്? സൊല്ലുങ്ക സാർ. ഇത് എനിക്ക് അവാർഡ് കിട്ടാൻ കാരണക്കാരിയായ ഒരാൾക്ക്. നിത്യാമയ്ക്കാ? ആ അതെ. അടടാ സൂപ്പർ. കൊടുങ്ക സാർ, ധാരാളമാ കൊടുങ്ക സാർ. നീങ്ക അല്ലാമ വേറെ യാര് സാർ അവർക്ക് പ്രസന്റ് കൊടുക്കുന്നതുക്ക്? സാർ, ഒരു വിഷയം കേക്കട്ടുമാ? ചോദിച്ചു സാർ. ഇനി എതുക്ക് സാർ നീങ്ക ഒരു വീട്ടില്, നിത്യാമ്മ വേറൊരു വീട്ടില്? സാർ, നിങ്ങൾക്ക് ചേർന്ന് വാഴലാമേ. നിത്യാമ്മയ്ക്ക് ഇപ്പൊ ഒരുപാട് ചേഞ്ച് ആയിடுச்சு. നിത്യയുടെ ചേഞ്ച് ഒന്നും എനിക്കറിയില്ല ശരവണ. നിത്യ എന്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചു. എനിക്ക് കിട്ടിയ അവാർഡിൽ എന്നെക്കാൾ സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊക്കെ 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 ഉങ്ങളോടുള്ള സ്നേഹം താൻ സാർ. ആയിരിക്കട്ടെ ശരവണ. എന്റെ ജീവിതത്തിൽ വേറെ ഒരു പെണ്ണും എന്റെ മനസ്സിൽ തൊട്ടിട്ടില്ല. അതിനെ തൊടുകയില്ല. പിന്നെ ഒന്നിച്ച് ജീവിക്കുന്നതും ജീവിക്കാതിരിക്കുന്നതും ഒക്കെ നിത്യയുടെ ഇഷ്ട. ഞാനത് എല്ലാരോടും പറഞ്ഞിട്ടുമുണ്ട്. സാർ, அந்த கடவுள் சத்தியமானெങ്കിൽ நீங்க ஒன்னு சேரும் சார். கண்டிப்பா ஒன்னு சேரும் சார். நீங்க இந்த பரிசு கொடுக்கும்போது அவரு உங்களை பார்த்து ஒன்னு சிரிக்கும் சார். அது நீங்க மௌனமாய் பாருங்க சார். அதில் இருக்கும் சார் நித்யாமோட பாசம்.